ഇന്ന് 24 പുറത്തു കൊണ്ടുവന്ന സൂപ്പർ എക്സ്ക്ലൂസീവ് വാർത്ത ഇ.പി. ജയരാജന്റെ ആത്മകഥയിൽ വരാൻ പോകുന്ന വിവാദ ഭാഗങ്ങൾ. അത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയാണ്. വരും ദിവസങ്ങളിലും ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യാൻ പോകുന്ന വാർത്ത കൂടിയായി അത് മാറുകയാണ്. CPIM കേന്ദ്രങ്ങളെ ഏറെ പ്രതിരോധത്തിലാക്കുകയാണ് വീണ്ടും മറ്റൊരു തെരഞ്ഞെടുപ്പ് ദിവസം ഇ.പി. ജയരാജൻ. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന ആത്മകഥയിലെ ഭാഗങ്ങളാണ് ഇന്ന് 24 പുറത്തുവിട്ടത്. അതിലെ വിവാദ ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്നത് നമ്മൾ ഒരിക്കൽ കൂടി പരിശോധിക്കുകയാണ്. ഇ.പി. ജയരാജന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയ വിവാദം, അതാണ് BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച. ഈ പുസ്തകത്തിൽ വിവാദത്തെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നത് എന്നത് നോക്കാം. മുൻ കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ പ്രകാശ് ജാവ്ദേക്കർ എന്നെ വന്ന് കണ്ടത് വിവാദമാക്കിയതിനെക്കുറിച്ചാണ് പറയുന്നത്. നേരത്തെ വിശദീകരിച്ചതാണെങ്കിലും വീണ്ടും ആവർത്തിക്കട്ടെ. 2023 ഫെബ്രുവരി 2-നാണ് ദല്ലാൾ നന്ദകുമാറിനൊപ്പം ജാവ്ദേക്കർ തിരുവനന്തപുരത്തെ മകന്റെ ഫ്ളാറ്റിലേക്ക് വന്നത്. തീർത്തും അവിചാരിതവും അപ്രതീക്ഷിതവുമായിരുന്നു ആ വരവ്. എന്റെ മകന്റെ ഫോണിലേക്കാണ് ജാവ്ദേക്കർ വിളിച്ചത്. വരുന്നതിന് തൊട്ട് മുൻപാണ് വിളിച്ചത്. അച്ഛൻ അവിടെയുണ്ടോ എന്ന് ചോദിച്ചു. അല്പം കഴിയും മുൻപ് അവർ ഫ്ളാറ്റിലെത്തി. ഞങ്ങൾ ഈ വഴി പോവുകയാണ് എന്നും ഒന്ന് കണ്ടുപോകാമെന്ന് കരുതിയാണെന്നും പറഞ്ഞു. BJPയുടെ കേരള പ്രഭാരി ചുമതല ഏറ്റെടുത്ത ശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും കാണുന്നതിന്റെ ഭാഗമായുള്ള അനൗപചാരിക കൂടിക്കാഴ്ച എന്നാണ് പറഞ്ഞത്. സമാനമായി ബിനോയ് വിശ്വം, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങി പലരെയും കണ്ടതായും പറഞ്ഞു. ഏതാണ്ട് 5 മിനിറ്റിൽ കൂടുതൽ ആ കൂടിക്കാഴ്ച നീണ്ടില്ല. രാഷ്ട്രീയമെന്നല്ല ഒരു പൊതുകാര്യവും ചർച്ച ചെയ്തിട്ടുമില്ല. വീട്ടിലേക്ക് വന്ന ഒരാളോട് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞില്ല. മറിച്ച് അങ്ങനെ ആര് വന്നാലും സ്വീകരിക്കുക എന്ന ആതിഥ്യ മര്യാദ കാട്ടി. ഇതിൽ രാഷ്ട്രീയമായ ഒരു വിശേഷവുമില്ലാത്തതിനാൽ അതേക്കുറിച്ച് പിന്നെ ചർച്ച ചെയ്യേണ്ടെന്ന കാര്യമുണ്ടായിട്ടില്ല. പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യാൻ മാത്രം ഒരു പ്രാധാന്യവും അതിനെനിക്ക് തോന്നിയിട്ടുമില്ല. പക്ഷേ 1.5 വർഷം കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇതെടുത്തിട്ടത് ഗൂഢാലോചനയല്ലാതെ മറ്റെന്താണ്? BJPയിലേക്ക് പോകാൻ രഹസ്യ ചർച്ച നടത്തിയെന്ന പ്രചാരണം അത് കോലാഹലമായി മാറി. ഇതിന് പിന്നിൽ ഒരു വിഭാഗം BJP നേതാക്കളും UDFുമാണ്. ഇതാണ് ഈ വിഷയത്തെക്കുറിച്ച് തന്റെ ആത്മകഥയിൽ ഇ.പി. ജയരാജൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇനിയും വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, ഇപ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ പോലും ഇ.പിയുടെ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് എന്നതാണ്. അതെങ്ങനെയാണ് എന്നത് പരിശോധിക്കാം. സംസ്ഥാനത്ത് 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിന്റെ അന്തിമ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് ഇത് കുറിക്കുന്നത്. വോട്ടെടുപ്പിന് മുൻപ് ഇത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതും വിവാദമായേക്കാം. ഏതായാലും അത് കഴിഞ്ഞാകും എന്നുള്ളത് കൊണ്ട് തുറന്നു പറയാമല്ലോ എന്ന ആമുഖത്തോടെയാണ് 3 ഉപതെരഞ്ഞെടുപ്പും പാർട്ടിയും എന്ന അധ്യായം തുടങ്ങുന്നത്. ഇ.പി. തുടർന്നെഴുതുകയാണ്. അതിങ്ങനെയാണ്: അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയുടെ വിഷയവും ചർച്ചയാകുമല്ലോ. ഡോക്ടർ P. സരിൻ തലേ ദിവസം വരെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. അത് കിട്ടാതായപ്പോൾ ഇരുട്ടി വെളുക്കും മുൻപുള്ള മറുകണ്ഠം ചാടൽ, ശത്രുപാളയത്തിലെ വിള്ളൽ പരമാവധി മുതലെടുക്കണമെന്നത് നേര്. ഇത്തരത്തിൽ സ്വതന്ത്രരെ പക്ഷം നിർത്തുന്നതിനെക്കുറിച്ച് സഖാവ് EMS പലകുറി പറഞ്ഞിട്ടുണ്ട്. പല ഘട്ടത്തിലും നമുക്കത് പ്രയോജനപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ അത് വയ്യാവേലിയായ സന്ദർഭങ്ങളും നിരവധിയാണ്. PV അൻവർ അതിലൊരു പ്രതീകമാണ്. ഇങ്ങനെ പറയുന്നു. ഇനി മറ്റൊന്ന്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരേട് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. അതേക്കുറിച്ച് എന്താണ് ഈ പുസ്തകത്തിൽ പറയുന്നതെന്ന് നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം വരെ ജാവ്ദേക്കറുടെ സന്ദർശനവും എന്റെ വെളിപ്പെടുത്തലുമാണ് എന്ന് വരെ കഥയുണ്ടാക്കി. അങ്ങനെ CPIM തെരഞ്ഞെടുപ്പ് വിഷയം ചർച്ച ചെയ്യുന്നതിന് മുൻപ് തന്നെ എന്നെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇതാ മാറ്റാൻ പോകുന്നു എന്നിവരെ വാർത്തകൾ സൃഷ്ടിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്ത ശേഷം പാർട്ടി നിലപാട് വ്യക്തമാക്കി. അത് സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തതാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളിൽ അതില്ല എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറയുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ചേർന്ന ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റാൻ തീരുമാനിച്ചത്. അതിനു മുൻപ് ചേർന്ന ഒരു സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തിരുന്നുവത്രേ. ആ യോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നില്ല. ഇക്കാര്യത്തിൽ എനിക്കുണ്ടായ പ്രയാസം മറച്ചു വയ്ക്കുന്നില്ല. അതേതെങ്കിലും പദവി നഷ്ടപ്പെട്ടു എന്ന പ്രയാസം കൊണ്ടല്ല. എന്നെ ഈ വിഷയത്തിൽ എൻ്റെ പാർട്ടി മനസ്സിലാക്കിയില്ല എന്നതാണ്. മാത്രമല്ല, ഞാൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഞാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അന്തിമ തീരുമാനം അവിടെയാണ് ഉണ്ടാകേണ്ടത്. ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. വിപ്ലവ പാർട്ടിയുടെ എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ ഇതിൽ കൂടുതൽ ഇക്കാര്യം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഉൾപാർട്ടി ചർച്ചയിൽ പറയേണ്ടത് അവിടെ പറയുക എന്ന ഉയർന്ന കമ്മ്യൂണിസ്റ്റ് ബോധമാണ് എന്നെ നയിക്കുന്നത്.
എങ്കിലും ഈ വിഷയത്തിൽ പാർട്ടി എടുത്ത നിലപാട് എന്നെക്കുറിച്ച് പാർട്ടി പ്രവർത്തകരിലും അണികളിലും തെറ്റിദ്ധാരണ പരത്താൻ ഇടയാക്കി എന്ന വസ്തുത മറച്ചുവെക്കുന്നുമില്ല. അങ്ങനെ കൃത്യമായ പരിഭവം അദ്ദേഹം ഈ ആത്മകഥയിൽ പാർട്ടിയോടുള്ളത് പങ്കുവയ്ക്കുന്നു. ഇനി ഈ പാർട്ടിയെക്കുറിച്ച് ഇ.പി. ജയരാജന് ചിലത് പറയാനുണ്ട്. അത് എന്താണെന്ന് നോക്കാം. നാം ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അത്തരമൊരു തോന്നൽ അവർക്കിടയിൽ ഉണ്ടാക്കാൻ പഴയതുപോലെ കഴിയുന്നില്ല. അതിനു കാരണം പ്രാദേശികമായി ചില സ്ഥലങ്ങളിലെങ്കിലും നേതാക്കളും പ്രവർത്തകരും പഴയതുപോലെ ജനങ്ങളെ വേണ്ട രൂപത്തിൽ കേൾക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്നത് കൂടിയാണ്. തുടർ ഭരണത്തിൽ പ്രാദേശിക നേതാക്കൾക്ക് പോലും തലക്കനമാണ് എന്ന ചിന്ത രൂപപ്പെട്ടു വരുന്നു. ഒറ്റപ്പെട്ട വ്യക്തികളാണ് ഇങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ നിമിത്തമാകുന്നത് എങ്കിലും അതിന് പൊതുസ്വഭാവം കൈവരുന്ന പ്രചാരണമാണ് എതിരാളികൾ നടത്തുന്നത്. ആ വലയിൽ ജനങ്ങൾ വീഴുകയും ചെയ്യുന്നു. പ്രാദേശിക ഭരണ സംവിധാനമായ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളിൽ ജനങ്ങൾക്ക് മതിപ്പ് കുറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചുള്ള ഇ.പിയുടെ നിരീക്ഷണങ്ങൾ അത് വിവാദമായതാണ്. അതിനെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ എങ്ങനെയാണെന്നും പുസ്തകത്തിലുണ്ട്. അത് നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം പാളിയോ? 3 ജില്ലാ സെക്രട്ടറിമാരാണ് ഇത്തവണ മത്സരിച്ചത്. സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ പാർലമെന്ററി രംഗത്തേക്കും പാർലമെന്ററി രംഗത്തുള്ളവരെ സംഘടനാ രംഗത്തേക്കും മാറുന്നതിനും ഒരു മാനദണ്ഡം പാർട്ടി അവലംബിച്ചിരുന്നു. അത് പാലിച്ചാണോ 3 സെക്രട്ടറിമാർ മത്സരിച്ചത്? സംഘടനാ രംഗത്ത് നിന്ന് പാർട്ടിയെയും മുന്നണിയെയും ചലിപ്പിക്കാൻ നേതൃത്വം കൊടുക്കേണ്ടവരാണ് ജില്ലാ സെക്രട്ടറിമാർ. ഒറ്റയടിക്ക് അവർ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി പാർലമെന്ററി പ്രവർത്തനത്തെ മുഖ്യമായി കണ്ട് മത്സരിച്ചത് ഗുണമാണോ ദോഷമാണോ ഉണ്ടായത് എന്ന് കാലം വിലയിരുത്തേണ്ടതാണ്. അതുപോലെ കോഴിക്കോട്, പാലക്കാട്, പത്തനംതിട്ട തുടങ്ങിയ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ബഹുജന സംഘടനാ രംഗത്തും ട്രേഡ് യൂണിയൻ രംഗത്തും കഴിവ് തെളിയിച്ചവരാണ്. പക്ഷേ അതാത് മണ്ഡലങ്ങളിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താനായി? അതുപോലെ ഭരണരംഗത്തുള്ളവരെ സംഘടനാ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിലെ മാനദണ്ഡങ്ങളും എത്രത്തോളം പാലിക്കാനായി എന്ന സംശയവും ചില കേന്ദ്രങ്ങളെങ്കിലും ഉയർത്തുന്നു. 2ാം പിണറായി സർക്കാരിനെ കുറിച്ച് എന്താണ് ഇ.പിക്ക് പറയാനുള്ളത്? കേൾക്കാം. 1ാം പിണറായി മന്ത്രിസഭയെക്കുറിച്ചും മന്ത്രിമാരെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ മികച്ച അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. ആ അഭിപ്രായം നിലനിർത്താനായില്ല എന്ന് മാത്രമല്ല, താരതമ്യേന ദുർബലരാണ് എന്ന തോന്നലും ജനങ്ങൾക്കിടയിൽ വളർന്നു. ഈ പറഞ്ഞതെല്ലാം മാധ്യമങ്ങളുടെയും വലതുപക്ഷത്തിന്റെയും പ്രചാരണമാണെങ്കിലും നാം എത്രത്തോളം തിരുത്തൽ വരുത്തും എന്നതിനെയും ആശ്രയിച്ചായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം. ചെറിയ വീഴ്ച പോലും പർവ്വതീകരിക്കുന്ന ഇക്കാലത്ത് സംഘടനാ രംഗത്തും ഭരണരംഗത്തും രാഷ്ട്രീയ നിലപാടുകളിലും അഭിലഷണീയമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം. പറഞ്ഞു വരുന്നത്, തിരുത്തൽ വരുത്തുമെന്ന് പറഞ്ഞാൽ പോരാ, തിരുത്തൽ വേണം. അത് അടിമുതൽ മുടി വരെ ആവുകയും വേണം. അങ്ങനെ സമൂലമായ മാറ്റത്തിലൂടെയേ മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലൊക്കെയുള്ള തന്റെ നിലപാട് വ്യക്തമാക്കലാണ് ഈ പുസ്തകത്തിൽ, ആത്മകഥയിൽ ഇ.പി. ജയരാജൻ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ വെട്ടിലാക്കുന്നതാണ് ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള, ഈ പുസ്തകത്തിൽ തന്നെ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ. ഉപതെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് ഇത് ആ സമയത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടാൽ വിവാദമാകും എന്നുള്ള അദ്ദേഹത്തിന്റെ ആ വരി, അത് ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വാദത്തെ തള്ളിക്കളയുന്നത് തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല.